കലയും സംസ്കാരവും സേവനങ്ങളും പങ്കിടുന്ന വേദിയായി മാറി എറണാകുളത്തെ എൻ്റെ കേരളം പ്രദർശനമേള. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾ കൊച്ചി മറൈൻ ഡ്രൈവിൽ വർണ്ണാഭമായി തന്നെയാണ് നടന്നത്. മേളയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരേ പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് എറണാകുളം ജില്ലയിൽ LDF സർക്കാർ നടപ്പാക്കിയതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. മാറ്റത്തിന്റെ മാറ്റൊലികൾ, വികസന മുന്നേറ്റത്തിന്റെ നേർക്കാഴ്ച, കരുതലിന്റെ ചേർത്ത് നിർത്തലിന്റെ 9 വർഷങ്ങൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ആവേശത്തോടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ തുടക്കം. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലൂടെ ഇനി 7 ദിനരാത്രങ്ങൾ ആഘോഷങ്ങളുടെ നേർക്കാഴ്ചയാവുകയാണ്. വർണ്ണാഭമായ ചടങ്ങോടെയാണ് മേളയുടെ ആദ്യ ദിനത്തിന് തുടക്കം കുറിച്ചത്. വികസന നേർക്കാഴ്ചകൾ കാണാനെത്തിയ ജനസാഗരത്തിനെ സാക്ഷിയാക്കി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മേളയുടെയും സ്റ്റാളുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരേ പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് എറണാകുളം ജില്ലയിൽ LDF സർക്കാർ നടപ്പാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. സമഗ്രമായ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കുന്നതിനും ഒരു നവകേരള സൃഷ്ടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നതിന്റെ വിശദാംശങ്ങൾ ഞാൻ ഇവിടെ അധികം അവതരിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രി തന്നെ എറണാകുളം ജില്ലയിൽ അത്തരം കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്കാണ് ഈ 9 വർഷം സാക്ഷ്യം വഹിച്ചത്. നേരത്തെ പ്രഖ്യാപനങ്ങൾ മാത്രമായി കിടന്നിരുന്ന പല പദ്ധതികൾക്കും ജീവൻ വയ്ക്കാനും പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനും ഭാവി കേരളത്തെ മുൻകൂട്ടി കണ്ടുള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനും ഈ ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞു. ചടങ്ങിൽ ലൈഫ് മിഷൻ പദ്ധതി വഴി ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ 5 ഗുണഭോക്താക്കൾക്ക് വീടിന്റെ താക്കോലും ഭൂരഹിതരായ 5 പേർക്ക് ഭൂമിയുടെ ആധാരവും കൈമാറി. KJ മാക്സി MLA അധ്യക്ഷത വഹിച്ചു. മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ, ആന്റണി ജോൺ MLA, ജില്ലാ കളക്ടർ NSK ഉമേഷ്, സബ് കളക്ടർ K മീര, കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷൻ VS ശ്രീജിത്ത്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ്, PRD റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ നിജാസ് ജുവൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ NB ബിജു, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ PA നജീബ് എന്നിവർ സംസാരിച്ചു. മെയ് 23 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ വിവിധ വകുപ്പുകളുടെ 194 തീം സർവീസ് സ്റ്റാളുകളും 82 കൊമേഴ്സ്യൽ സ്റ്റാളുകളും ശീതീകരിച്ച 276ലധികം സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. മിനി തിയേറ്റർ ഉൾപ്പെടെ മേളയിൽ എത്തുന്നവർക്ക് വികസന കാഴ്ചകളുടെ ദൃശ്യവിരുന്നാണ് ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിന്റെ രുചിക്കൂട്ടുകൾ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് വ്യത്യസ്ത രുചികൾ ആസ്വദിക്കാൻ സാധിക്കുന്ന ഭക്ഷ്യമേളയും ക്രമീകരിച്ചിട്ടുണ്ട്. കൊച്ചിയുടെ സായാഹ്നങ്ങളെ സംഗീത സാന്ദ്രമാക്കുവാൻ വിവിധ ബാൻഡുകളുടെ സംഗീത നിശയും മേളയുടെ മുഖ്യ ആകർഷണമാണ്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ എൻ്റെ കേരളം ചിത്രീകരണം, വിനോദസഞ്ചാര വകുപ്പിന്റെ ടൂറിസം നേർക്കാഴ്ചകൾ, കിഫ്ബിയുടെ വികസന പ്രദർശനം, ടെക്നോ ഡെമോ ഏരിയ, ലൈവ് ആക്ടിവിറ്റി ഏരിയകൾ, വിപുലമായ പുസ്തകമേള, ഹൈഫൈ സ്റ്റേജ്, കുട്ടികൾക്ക് വേണ്ട ആക്ടിവിറ്റി സോണുകൾ, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ, ഇതുകൂടാതെ പോലീസ് ഡോഗ് ഷോ, AI പ്രദർശനവും ക്ലാസും, താരതമ്യേന വിലക്കുറവിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, വ്യവസായ വകുപ്പ് സംരംഭകർക്കായി ഹെൽപ്പ് ലൈൻ സെന്ററും, കൈത്തറി, കരകൗശലം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പ്രദർശനവും മേളയിൽ ഉൾപ്പെടും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. പ്രവേശനം സൗജന്യമാണ്. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് എറണാകുളം വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഉത്തരവാദിത്വവും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകത്വം ചേർത്തുപിടിക്കലിലൂടെ വികസനത്തിലേക്ക് എന്ന ആശയം മുൻനിർത്തി സെമിനാർ സംഘടിപ്പിച്ചത്. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലാകട്ടെ നമ്മളൊരു കേരള മോഡൽ എന്ന ഒരു സംജ്ഞ തന്നെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മഹത്തായ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്നലകളിലൂടെയുള്ള ഒരു കേരളമല്ല നാം നിലനിർത്താനും സ്വപ്നം കാണുന്നതും, മറിച്ച് ഇത് ലോകത്തെ ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തുമെല്ലാം ഉണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ടൊരു നവകേരളം, വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഒരു നോളജ് ബേസ്ഡ് എക്കോണമി രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു നവകേരളം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നാം ആഗ്രഹിക്കുന്നത്.
കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിത KC, ഓർഫനേജ് കൺട്രോൾ ബോർഡ് കൗൺസിലർ ലൈജി ജേക്കബ് എന്നിവർ വിഷയാവതരണം നടത്തി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സിനോ സേവ്യർ അധ്യക്ഷത വഹിച്ചു. SID KSSM ജില്ലാ കോർഡിനേറ്റർ ദിവ്യ R, പ്രൊബേഷൻ ഓഫീസർ ബിബിൻ ജോസ്, ജില്ലാ TG ജസ്റ്റിസ് ബോർഡ് മെമ്പർ റിനു മെഹർ, നശമുക്ത് ഭാരത് കോർഡിനേറ്റർ ഡോക്ടർ ജാക്സൺ തോട്ടുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. എക്കോ ഫ്രണ്ട്ലി എന്നതിലുപരി ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഭംഗിയായുള്ള പ്രസന്റേഷനുമാണ് ഈ കയർ പോട്ടുകളുടെ സവിശേഷത. ഉപഭോക്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോട്ടുകൾ തയ്യാറാക്കി നൽകുന്നു. ഇൻഡോർ 4 വർഷവും ഔട്ട്ഡോറിൽ 2 വർഷവുമാണ് ഓരോ കയർ പോട്ടിന്റെയും ആയുസ്. സെന്റ് ഓഫ് പാർട്ടികളിൽ പ്ലാസ്റ്റിക് ബൊക്കകൾ നൽകുന്നതിന് പകരം കയർ കൊണ്ട് തയ്യാറാക്കിയ ഫ്ലവർ ബൊക്കെ ടൈപ്പിൽ തയ്യാറാക്കിയ കൊയർ പ്ലാന്റ് ബൊക്കയും മറ്റൊരു ആകർഷണമാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആപ്തവാക്യത്തോടെയാണ് 2 കൂട്ടുകാരികൾ ചേർന്ന് ഈ സംരംഭം തയ്യാറാക്കിയത്. പ്ലാസ്റ്റിക്കിനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവത്തിലേക്ക് വരിക. ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും യൂസ് ചെയ്യാം. ഇത് ബ്രീത്തബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനധികം വെള്ളം ആവശ്യമില്ല. ഈ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ബ്രീത്തബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ചെടിയുടെ ഗ്രോത്തിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ചെടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ വെജിറ്റബിൾസിൻ്റെ അകത്ത് ഗ്രോ ചെയ്യാം. അപ്പം അങ്ങനെ ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്യാവുന്ന കാര്യം. ഒരു പോട്ടിന് 200 രൂപ മുതലാണ് വില. ചെടിയോടുകൂടി ലഭിക്കുന്ന പോട്ടുകൾ 350 രൂപ മുതലാണ് ലഭ്യമാകുന്നത്. വീടുകളിലോ പരിസരങ്ങളിലോ പാമ്പിനെ കണ്ടാൽ പേടിച്ചോടി ആളുകളെ വിളിച്ചുകൂട്ടുന്നവരാണ് നമ്മൾ. എന്നാൽ ഇനി അത് വേണ്ട, നേരെ വനം വകുപ്പിനെ വിളിക്കാവുന്നതാണ്. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ വനം വകുപ്പിനെ നേരിട്ട് വിവരം അറിയിക്കാവുന്നതാണ്. സംവിധാനം നേരത്തെ തുടങ്ങിയെങ്കിലും കൂടുതൽ ജനങ്ങളിലേക്ക് ഈ വിവരം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. കുറച്ചാളായി സർപ്പ ആപ്പ് ലോഞ്ച് ചെയ്തിട്ട്. അൻവർ സാറും ടീമുമാണ് ഇതിൻ്റെ ലോഞ്ച്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്തതാണ്. നമ്മളിത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെയൊക്കെ നമുക്ക് റെസ്ക്യൂ ഒരേ സമയത്ത് പല കോളുകൾ വരുമ്പോൾ എറണാകുളത്ത് പല ഭാഗങ്ങളിലൊക്കെ എത്താൻ പാടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സർപ്പ ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പാമ്പിനെ പിടിക്കാൻ താല്പര്യമുള്ളവരെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ട്രെയിൻ ചെയ്ത് അവർ ഓക്കെയാന്ന് തോന്നുമ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുവാണ്. സർപ്പ ആപ്പ് വിശദമായി പരിചയപ്പെടുത്തുന്നതിനൊപ്പം ഇതിലൂടെ പാമ്പിനെ പിടിക്കുന്ന ഉപകരണങ്ങളുടെയും വസ്തുക്കളുടെയും മോഡലും എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വനം വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ വിശദാംശങ്ങളും സ്റ്റാളിലുണ്ട്. കൂടാതെ വനം വകുപ്പിന്റെ നിരവധി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരവുമുണ്ട്. എറണാകുളം ജില്ലയിലെ 7 സർക്കാർ ITI കോളേജുകളിലെ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, പരിശീലന പരിപാടികൾ, ജോലി ലഭ്യത, പ്ലേസ്മെന്റ് പ്രോഗ്രാമുകൾ തുടങ്ങി യുവജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും വ്യാവസായിക പരിശീലന വകുപ്പിന്റെ സ്റ്റാളിൽ നിന്നും ലഭിക്കും. സംസ്ഥാനത്തെ തന്നെ മോഡൽ ഗവൺമെന്റ് ITI ആയ കളമശ്ശേരി ഗവൺമെന്റ് ITIയിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത വിവിധ പ്രോജക്റ്റുകളാണ് സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ എറണാകുളം ജില്ലയിൽ മൊത്തം 7 ഗവൺമെൻറ് ITകളാണ് ഉള്ളത്. ആ 7 ഗവൺമെൻറ് ITകളിലെയും നിരവധി ട്രേഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോർഡ് ഫ്രണ്ടിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ പൊതുജനങ്ങൾക്ക് ഈ SSLC ഇപ്പോൾ കഴിഞ്ഞ് റിസൾട്ട് വന്ന് നിൽക്കുന്ന സമയമായതുകൊണ്ട് കുട്ടികളെ ഏത് ട്രേഡുകളാക്കണം എന്താണെന്നതിനെ പറ്റിയൊക്കെ ഒരുപക്ഷെ രക്ഷകർത്താക്കൾക്ക് അങ്ങനെ വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റാളിൽ വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അനുസൃതമായിട്ടുള്ള ട്രേഡുകളെ പറ്റി പറയാനും ആ ട്രേഡിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു ഭൂരിഭാഗം ട്രേഡുകളെ പറ്റി നമ്മളിവിടെ ഡിസ്പ്ലേ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ജലസേചന വകുപ്പിന്റെ പമ്പിംഗ് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന വാട്ടർ ലെവൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. വിവിധതരം ത്രെഡുകൾ, ആർമി ബുള്ളറ്റ്, പ്ലാസ്റ്റിക് ബോട്ടിൽ തുടങ്ങി ITI വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപകരണങ്ങൾ പ്രദർശനത്തിലുണ്ട്. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സന്ദർശകർക്ക് ചോദിച്ചറിയാം. നൈപുണ്യ പരിശീലന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ച LED ബൾബുകൾ, മെഴുകുതിരി, സാമ്പ്രാണിത്തിരി, ട്വിങ്ക്ലിംഗ് ലൈറ്റുകൾ എന്നിവ പ്രദർശനത്തിനായും വിൽപ്പനയ്ക്കായും എത്തിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് ആവശ്യാനുസരണം LED ബൾബുകൾ സ്പോട്ടിൽ തന്നെ നിർമ്മിച്ചും നൽകും. സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വ്യാവസായിക പരിശീലന വകുപ്പ് തൊഴിൽ പരിശീലനത്തിനൊപ്പം
ജോലിസ്ഥിരതയും ഉറപ്പുവരുത്തുന്നു. യുവജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന വിവിധ നൈപുണ്യ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ മേളയിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. വൈദ്യുതി ഉൽപാദന രംഗത്തും വിതരണ രംഗത്തും സംസ്ഥാന വൈദ്യുതി വകുപ്പ് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, മുന്നേറ്റങ്ങൾ, കഴിഞ്ഞ 9 വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ത്വരിത വികസനം ഇവയെല്ലാം KSEB ഒരുക്കിയിട്ടുള്ള കേരളത്തിന്റെ ഊർജ്ജമെന്ന് പേരിട്ടിട്ടുള്ള സ്റ്റാളിൽ നിന്നും ഏവർക്കും തൊട്ടറിയാം. വൈദ്യുതിയുടെ ഉപയോഗം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ കണ്ടുമറിഞ്ഞും മനസ്സിലാക്കാം. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, റീഫ്രഷ്, റീചാർജ് എന്നിവയെക്കുറിച്ചൊക്കെ അറിയാനുള്ള അവസരമാണ് KSEB ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ, പദ്ധതികളെക്കുറിച്ചുള്ള വിഷ്വൽ വിവരണം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ എല്ലാ സേവനങ്ങളും പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ സ്റ്റാളുകൾ ഉദ്ദേശിക്കുന്നത്. വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, പുതിയ വൈദ്യുതി കണക്ഷൻ, ഉടമസ്ഥാവകാശം മാറ്റൽ, ലൈൻ മാറ്റി സ്ഥാപിക്കൽ തുടങ്ങിയ വാതിൽപ്പടി സേവനങ്ങൾ ലഭ്യമാക്കുന്ന സംവിധാനം, നിരവധി പുതുമകളും സൗകര്യങ്ങളും ഉൾപ്പെടുത്തി നവീകരിച്ച KSEB മൊബൈൽ ആപ്പ് എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കി ഡാമിന്റെ വെർച്വൽ റിയാലിറ്റി ഷോയാണ് സ്റ്റാളിലെ മുഖ്യ ആകർഷണം. ഡാമിന്റെ സമ്പൂർണ്ണ ചിത്രം കൺമുമ്പിൽ തെളിയുന്ന അപൂർവ അനുഭവമാണ് ഈ സംവിധാനം നൽകുന്നത്. ഇത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ നിരവധി പേരാണ് സ്റ്റാളിലെത്തുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിന്റെ VR വെർച്വലായിട്ട് നമുക്ക് ഇടുക്കി ഡാം സന്ദർശിച്ച ഒരു പ്രതീതി. അപ്പോൾ കുട്ടികൾക്കും മറ്റുള്ളവർക്കും വളരെ ഇൻട്രസ്റ്റഡ് ആണ്. കാര്യം എപ്പോഴും ഇടുക്കി ഡാം എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല. സ്റ്റാൾ സന്ദർശിക്കുന്നവർക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവർക്ക് ആകർഷകമായ സമ്മാനവും ലഭിക്കും. മേളയിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ 194 സ്റ്റാളുകൾ ഉൾപ്പെടെ മൊത്തം 276 സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത്. സർക്കാർ വകുപ്പുകളുടെയും വാണിജ്യ സംരംഭകരുടെയും സ്റ്റാളുകളിൽ വന്നുപോയത് 10,000-ങ്ങളാണ്. വിവിധ തരത്തിലുള്ള പ്രകൃതിദത്ത കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച മാലകൾ, വളകൾ, കമ്മലുകൾ, അലങ്കാര മരങ്ങൾ, മുത്തുകളിൽ തീർത്ത മാലകൾ, കമ്മലുകൾ തുടങ്ങിയവയാണ് തൃപ്തി ഉണ്ടാക്കുന്നത്. ഇവയ്ക്ക് ആവശ്യക്കാരേറെയാണ്. ആവശ്യക്കാർക്ക് അവരുടെ ഇഷ്ടാനുസരണം ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ആർട്ടിസൻസിന് പ്രൊഡക്റ്റാണ്, നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. സെമി പ്രഷർ സ്റ്റോൺസ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പേള് ഹൈദരാബാദി പേളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ജുവല്ലറിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് കൊണ്ടുണ്ടാക്കുന്ന ട്രീകൾ, അതേപോലെ തന്നെ ഇത് കൊണ്ടുണ്ടാക്കുന്ന ഇയറിങ്സ്, അതേപോലെ തന്നെ കസ്റ്റമർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. സുഹൃത്തായ ഡോക്ടർ ആനിയാണ് തൃപ്തിയെ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് തൃപ്തി ജ്വല്ലറി മേക്കിംഗ് പഠിക്കുന്നതും ജീവിതമാർഗമാക്കുന്നതും. കരകൗശല സംരംഭകയ്ക്കുള്ള ID കാർഡ് ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സംരംഭകയാണ് തൃപ്തി. കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശിനിയാണ്. സംസ്ഥാന സർക്കാർ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി വലിയ സ്വീകാര്യതയാണ് തൃപ്തിയെപ്പോലുള്ള സംരംഭകർക്ക് എൻ്റെ കേരളം മേളയിൽ ലഭിക്കുന്നത്. പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. കാരണം പ്ലാസ്റ്റിക് മാലിന്യം ഒരുപാട് കൂടി വരുന്നതുകൊണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടി വരികയാണ്. അപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് നമ്മളത് കൊടുക്കുന്നു, അത് റീയൂസ് ചെയ്യുന്നു. പക്ഷേ അത് കുറയുന്നില്ല, അതിൻ്റെ ഉപയോഗം ഒരിക്കലും കുറയുന്നില്ല. അപ്പോൾ അതിൽ നമുക്കൊരു ഭാഗവാക്കാക്കുക, കുറയാനായിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് നമുക്കും ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെയ്യുന്നതാണ്. തൊഴിലില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് വീണ്ടും ഇതാ ഒരു മാതൃകയാവുകയാണ് മുളന്തുരുത്തി സ്വദേശി അതുല്യ വിൻസൻ. MBA HR മാർക്കറ്റിംഗ് പഠിച്ച ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുകയാണ്. പ്രകൃതിയോടിണങ്ങുന്ന ജോലിയാണ് തനിക്ക് ചേരുന്നതെന്ന് അതുല്യ തിരിച്ചറിഞ്ഞത്. 9 ഇനം പാളപാത്രങ്ങൾ ഇന്ന് അതുല്യയും അമ്മ ലിസിയും ചേർന്ന് പുറത്തിറക്കുന്നുണ്ട്. അമ്പലം, പള്ളി എന്നിവിടങ്ങളാണ് ഇപ്പോൾ കസ്റ്റമറെങ്കിൽ വലിയ ബിസിനസ് സാധ്യത അതുല്യ പാള നിർമ്മാണത്തിൽ കാണുന്നുണ്ട്. 2023 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമുക്ക് കുറച്ചധികം IEC കോഡെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്പോർട്ടും കൂടി നോക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. കാരണം എക്സ്പോർട്ട് സാധ്യത ഈ ബയോഡിഗ്രേഡബിൾ പ്ലേറ്റ്സിന് കൂടുതലാണ്. അപ്പം അത് ചെയ്യുന്നുണ്ട്. പ്ലേറ്റ്, ബിരിയാണി കണ്ടെയ്നർ, ഐസ്ക്രീം ബോള്, സോപ്പ് ബാഗ് എന്നിവയാണ് പ്രധാനമായും അതുല്യയുടെ എക്കോകാറ്റർ അരിക്കാലീവ് പ്ലേറ്റ്സ് എന്ന സ്ഥാപനം നിർമ്മിക്കുന്നത്. 6 രൂപ, 50 പൈസ, 10 രൂപ എന്നിങ്ങനെയാണ്
പാള ഉൽപ്പന്നങ്ങളുടെ വില. കൂടുതലും നമുക്ക് അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നത്. അവിടെ നമുക്ക് ബൾക്കായിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു അന്നദാനം അതുപോലെ കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ കഴിക്കുന്നുണ്ട്. സർക്കാർ മില്ലറ്റ്സ് പ്രൊഡക്ട്സിന് വലിയ പ്രാധാന്യം നൽകുന്നതിനാൽ സ്റ്റാളിൽ അത്യാവശ്യം തിരക്കുണ്ടെന്ന് ഹെറിറ്റേജ് ജീവനക്കാർ പറഞ്ഞു. മില്ലറ്റ് ഇയർ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മില്ലറ്റ് ഇയർ വന്നതിന് ശേഷം പലരും മില്ലറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റെഗുലർ കസ്റ്റമേഴ്സാണ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. മാർക്കറ്റിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ കഴിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. മില്ലറ്റ് പുട്ട്, മില്ലറ്റ് ദോശ, മില്ലറ്റ് ഉപ്മാവ്, പ്രോട്ടീൻ ഡ്രിങ്ക്സായ പ്ലാന്റ് പ്രോട്ടീൻ പൗഡർ, ജാഗറി, റെഡി ടു ഈറ്റ് ഐറ്റംസായ മില്ലറ്റ് ഫ്ലേക്സ്, സ്പൈസസ് തുടങ്ങിയവയാണ് ഇവിടെയുള്ളത്. തികച്ചും ശുദ്ധമായ ഉൽപ്പന്നങ്ങളാണ് നൽകുന്നതെന്ന് ഹെറിറ്റേജ് അധികൃതർ അവകാശപ്പെട്ടു. നമുക്കിപ്പോൾ ഉള്ളത് 17 ടൈപ്പ് പ്രൊഡക്ട്സുകളാണ്. അതായത് മില്ലറ്റ്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. പുട്ടുപൊടി, ദോശപ്പൊടി, ഉപ്പുമാവ്, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ അരികൾ, അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. 4 ടൈപ്പ് ദോശയുണ്ട്, അതുപോലെ 2 ടൈപ്പ് പുട്ടുണ്ട്. പുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ മണിച്ചോളത്തിൻ്റെ പുട്ടുപൊടിയുണ്ട്, അതേപോലെ തന്നെ പേൾ മില്ലറ്റിൻ്റെ പുട്ടുപൊടിയുണ്ട്. എല്ലാറ്റിൻ്റെയും ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സ്, മില്ലറ്റ്സിനുള്ള ഗുണങ്ങൾ എത്രയും നമുക്ക് എത്തിക്കാൻ പറ്റുമോ അത് അത്രയും നല്ല രീതിയിൽ ഹെൽത്തി ആയ രീതിയിൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേക ഓഫറുകളും പ്രദർശനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂപറിക്കുന്ന ലാഘവത്തിലാണ് 49-കാരി സിന്ധു വേണു കൈത്തറി തുണികൾ പ്രദർശന സ്റ്റാളിൽ നെയ്തിടുന്നത്. പറവൂർ HWCS ലിമിറ്റഡ് 3428-നെ പ്രതിനിധീകരിച്ചാണ് സിന്ധു ഇവിടെ നെയ്ത്തുകാരിയായി എത്തിയിരിക്കുന്നത്. കയ്യും മെയ്യും മനസ്സും ഒരുപോലെ ചലിക്കുമ്പോൾ കാണികൾക്കും അത് നവ്യാനുഭവമാവുകയാണ്. ശ്രദ്ധയൊന്നു പിഴച്ചാൽ നെയ്തിടുന്ന വസ്ത്രങ്ങൾ വേസ്റ്റാണെന്ന് സിന്ധു പറഞ്ഞു. ഒരു നൂലഴ പൊട്ടിയാലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അത് ചെയ്ത് തീർക്കുന്നത്. പിന്നെ ഒരു തുണി നെയ്യുമ്പോൾ നല്ല സന്തോഷം കിട്ടും മനസ്സിന്. സാരി നെയ്യാൻ 2 ദിവസവും ഡബിൾ നെയ്യാൻ 1 ദിവസവും ഷാളാണെങ്കിൽ അര ദിവസവും മതി. സിന്ധുവിനെ പോലെ 5000-ലേറെ സ്ത്രീകൾ ഒരു സൊസൈറ്റിയുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. 20-ാം വയസ്സിൽ രസത്തിന് നെയ്ത്ത് തുടങ്ങിയത് ജീവിതമാർഗമായതിലും എല്ലാവരും ഇതിഷ്ടപ്പെടുന്നതിലും സിന്ധുവിന് അതിയായ സന്തോഷമാണിപ്പോൾ. ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. അതിൽ അവരോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലാണ് ഈ സ്റ്റാൾ പ്രവർത്തിക്കുന്നത്. ആലുവ, കിഴക്കമ്പലം കേന്ദ്രമായി മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടികൾക്കും യുവതികൾക്കുമായി പ്രവർത്തിക്കുന്ന സ്നേഹസദൻ എന്ന സ്ഥാപനത്തിൽ നിന്നുള്ളവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിലുള്ളത്. ഫാൻസി ആഭരണങ്ങൾ, പൂക്കുടകൾ, കരകൗശല വസ്തുക്കൾ, ഗ്ലാസുകളിൽ തീർത്ത മനോഹരമായ മെഴുകുതിരികൾ എന്നിവ സ്റ്റാളിൽ ലഭിക്കും. സ്നേഹസദനിലെ പെൺകുട്ടികളാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം പ്രദർശനമേളകളിൽ പങ്കെടുക്കുന്നതിനൊപ്പം ഓർഡറുകൾക്കനുസരിച്ചും ആഭരണങ്ങൾ, പൂക്കുടകൾ, മെഴുകുതിരികൾ തുടങ്ങിയവ ഇവർ നിർമ്മിച്ചു നൽകുന്നുണ്ട്. ക്രിസ്മസ് പോലെയുള്ള ആഘോഷവേളകളിൽ പുൽക്കൂടുകൾ ഒരുക്കുന്നതിനാവശ്യമായ രൂപങ്ങൾ, ട്രീകൾ, മെഴുകുതിരികൾ തുടങ്ങിയവയും ഇവർ നിർമ്മിച്ചു നൽകുന്നുണ്ട്. പ്രധാനമായിട്ട് ഫ്ലവേഴ്സ്, കുർബാനത്തിലുള്ള പൂക്കള്, അങ്ങനെയുള്ള ഉണ്ടാകും. ഫ്ലവേഴ്സ്, ബൊക്കകള്, മാല, കമല, അങ്ങനെ ഉള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത്. ഫ്ലവേഴ്സ്, തിരികൾ, അങ്ങനെ ഒത്തിരി ക്യാൻഡിൽസും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ക്രിസ്മസ് ഇവൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാത്തിനും ക്യാൻഡിൽ ഉണ്ടാക്കും, ട്രീ ഉണ്ടാക്കും. അത് ബേസ് ചെയ്തിട്ടുള്ള റിങ്, ക്രൗൺ എല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അത് സിസ്റ്റർ ഒന്ന് കാണിച്ചെടുത്താൽ മതി. ബാക്കി ആ പിള്ളേർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളും. അവർക്കായി 1 hour ക്ലാസ് ഉള്ളൂ. അതായത് പിന്നെ ഫ്രീ ആയപ്പോൾ സിസ്റ്റേഴ്സ് പഠിപ്പിച്ച് പിന്നെ അതിരുന്ന് അങ്ങനെ ചെയ്തോളും. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം. കുട്ടികളുടെ കഴിവുകൾക്കനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് ആ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയാണ് എൻ്റെ കേരളം പ്രദർശന വിപണനമേള ഇവർക്ക് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റ്സ് ആയിട്ട്
തിരിച്ചിരിക്കുന്ന ഒരു നേർചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിവിധ സോണുകളായി തിരിച്ച് എറണാകുളം ജില്ലയിൽ ആകെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ അതെല്ലാം കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ സ്റ്റാളിലുണ്ട്. പൊക്കാളി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സ്പൈസസ്, പൈനാപ്പിൾ, ഫോറസ്റ്റ് എന്നിവയെല്ലാം അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റായി തിരിച്ച് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനവും വിപണനവും ഏതാണ്ട് ഒരുപോലെ നടക്കുന്ന സ്റ്റാളാണിത്. ആരോഗ്യത്തിന് ഉതകുന്ന മികച്ച ബോധവൽക്കരണം സ്റ്റാൾ സന്ദർശിക്കുന്ന ആർക്കും അതിവേഗം കിട്ടുമെന്നതാണ് പ്രത്യേകത. സംസ്ഥാന സർക്കാർ ഗൗരവത്തോടെ നടപ്പാക്കുന്ന പോഷകത്തളിക പദ്ധതിയുടെ വിശദീകരണവും ആർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ട് ഈ പ്രാവശ്യം ഗവൺമെൻറ് പോഷക സമൃദ്ധി, കൃഷി സമൃദ്ധി എന്ന പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു നേർചിത്രമാണ് ഇവിടെ കാണുന്നത്. പോഷക തളികയിൽ 50% എങ്കിലും നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കഴിച്ചിരിക്കണം, 30% സീരിയൽസ്, ബാക്കിയുള്ള 20% നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നട്ട്സൊക്കെ ഉൾപ്പെടുത്തിയായിരിക്കണം നമ്മുടെ ഭക്ഷണം. അതനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായിട്ടാണ് ഗവൺമെൻറ് സ്കീംസുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തേക്കിൻ തടിയിൽ ചെത്തിമിനുക്കി മനോഹരങ്ങളായ ശില്പങ്ങളും വാക്കിംഗ് സ്റ്റിക്കുകളും കോപ്പകളും ഫർണിച്ചറുകളും ഒരുക്കിയിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനമായ ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ. കണ്ണിന് കൗതുകകരമായ ശില്പങ്ങൾ മേളയിലെ പ്രധാന ആകർഷകമായി മാറുകയാണ്. ആലുവ തായ്ക്കാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന FIT പൊതുജനങ്ങളുടെ അഭിരുചിക്കനുസൃതമായി ഫർണിച്ചറുകളും മറ്റ് ഉൽപ്പന്നങ്ങളും ഒരുക്കി നൽകുന്നു. സർക്കാർ ഡിപ്പോകളിൽ നിന്ന് തേക്കിൻ തടി ശേഖരിച്ചാണ് ശില്പങ്ങളും ഫർണിച്ചറുകളും ഒരുക്കുന്നത്. തടിയിൽ കൊത്തിവെച്ച ഈ ശില്പങ്ങൾക്കും സാൻഡിൽ സ്റ്റിക്കുകളും കോപ്പകൾക്കും വൻ ഡിമാൻഡാണ്. അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന തടിയിൽ തീർത്ത വസ്തുക്കൾ കൂടുതലായും മേളയിലൂടെ വിറ്റഴിച്ചതായി ഷോറൂം അസിസ്റ്റന്റായ സന്ധ്യ പറയുന്നു. ഫർണിച്ചറുകൾക്ക് പുറമെ ഇപ്പോൾ ഹാൻഡിക്രാഫ്റ്റ്, ഹണി, കാർബെക്സിൻ്റെ ഉൽപ്പന്നമായ കശുവണ്ടി, അതുപോലെ ഓയിൽ കോർപ്പറേഷൻ്റെ പാം ഓയിൽ, അരി, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നുണ്ട്. നല്ല രീതിയിൽ എന്താ പറയുക, കസ്റ്റമേഴ്സ് ചെയ്ത് തന്നെ ഫർണിച്ചർ വിൽക്കപ്പെടുന്ന കേരളത്തിലെ ഏക പൊതുമേഖലാ സ്ഥാപനമാണ് FIT. എന്താ പറയുക, ഷോറൂമിൽ ഓരോ മാസവും ഒരു 10 ലക്ഷം രൂപയുടെ സെയിൽ നടക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ സർക്കാരിൻ്റെ ഇതര ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്കുമൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള സെയിൽ നടക്കുന്നുണ്ട്. പ്രായഭേദമന്യേയുള്ളവർ കൗതുകത്തോടെയാണ് ഈ സ്റ്റാളിലേക്ക് എത്തുന്നത്. മനോഹരമായ ഈ കൊത്തുപണികൾ കണ്ണിന് കുളിർമ നൽകുന്നതിലുപരി മനസ്സും നിറയ്ക്കുകയാണ്. കുട്ടികൾക്കുള്ള ആക്ടിവിറ്റി സോണുകൾ, പോലീസ് ഡോഗ് ഷോ, AI പ്രദർശനം, ടെക് ഡെമോ ഏരിയ, മിനി തിയേറ്റർ എന്നിവയും മേളയിലുണ്ടായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂവും പോലീസും ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളും വ്യത്യസ്ത കാഴ്ചകളൊരുക്കി. കളിച്ചിരി കൊഞ്ചലുകൾ നിറഞ്ഞ ഒരു മിനി അംഗൻവാടി തന്നെയാണ് വനിതാ ശിശു വികസന വകുപ്പ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും ബുദ്ധിവികാസത്തിനും ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇവിടെയുണ്ട്. അംഗൻവാടി സേവനങ്ങൾ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേള കൂടിയാണിത്. മനോഹരമായി അലങ്കരിച്ച ഇവിടം ഏതൊരു കൊച്ചുകുട്ടിയെയും ആകർഷിക്കും. കുട്ടികളുടെ ഭാരം, പൊക്കം എന്നിവ അറിയുന്നതിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കൂടാതെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള അവസരവുമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം, പ്ലേ കോർണർ, ക്യൂരിയസ്, മാജിക് കോർണർ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. അംഗൻവാടിയോട് ചേർന്ന് സജ്ജീകരിച്ചിരിക്കുന്ന ICDSന്റെ സ്റ്റാളിൽ മായം കലരാത്ത ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ നിരവധി പേരാണ് എത്തുന്നത്. തനത് നാടൻ ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള വ്യത്യസ്തവും രുചികരവുമായ ഭക്ഷ്യവസ്തുക്കളാണ് ഏറെയും. മാങ്കോ പായസം, മത്തങ്ങ ചൗവരി പായസം, മാമ്പഴ വട്ടയപ്പം, അടദോശ തുടങ്ങിയ വ്യത്യസ്ത വിഭവങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന്റെ മറ്റൊരു സ്റ്റാളിൽ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ നിന്നുള്ള കുട്ടികൾ നിർമ്മിച്ച ബാഗുകൾ, പഴ്സുകൾ, ഹെയർ ബാൻഡുകൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നത്. സ്ത്രീകൾക്ക് ആവശ്യമായ എന്ത് സഹായവും ലഭ്യമാക്കുന്ന തരത്തിലാണ് സ്റ്റാളുകളുടെ പ്രവർത്തനമെന്ന് ഇടപ്പള്ളി ശിശുവികസന പദ്ധതി ഓഫീസർ റീന PT പറഞ്ഞു. ജുവനൈൽ ഹോംസിൽ കുട്ടികളുണ്ടാക്കുന്ന സാധനങ്ങൾ, പല ഐറ്റംസ്, നൈറ്റികൾ, പിന്നെ അച്ചാറുകൾ, ഇതെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത്
പൊതുജനങ്ങൾക്ക് വിൽക്കുന്നുമുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഹബ്ബിനെ കുറിച്ചുള്ള വിമൻ ഹബ്ബ് പ്രവർത്തിക്കുന്നു. ഹബ്ബിൽ എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നത്? ലീഗൽ അഡ്വൈസ് ഫോർ വിമൻ. ലീഗലി ആർക്കെങ്കിലും സ്ത്രീകൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അഡ്വക്കേറ്റ് ഇവിടെ ഉണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനവും സുരക്ഷയും ലക്ഷ്യമിട്ട് വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളായ നിർഭയ, അഭയകിരണം, ആശ്വാസനിധി, മംഗല്യ, എൻ്റെ കൂടെ തുടങ്ങിയ എല്ലാ പദ്ധതികളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഈ സ്റ്റാളുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. ഇവിടെയെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് കഴിയത്തില്ല, ഞങ്ങൾക്ക് കഴിയത്തില്ല, സ്പോർട്സ് ചെയ്യാൻ കഴിയത്തില്ല, അങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാവരുടെയും ഒരു പങ്കാളിത്ത സന്തോഷമൊക്കെ കാണുമ്പോൾ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പങ്കാളിത്തം, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ കുട്ടികളാണ് കൂടുതൽ വരുന്നത്. പക്ഷേ കുട്ടികളുടെ കൂടെ വരുന്ന വലിയ ആളുകളും പങ്കെടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പ്രായഭേദമന്യേ ഒരു ദിവസം 2000-ലേറെ ആളുകൾ കായിക വകുപ്പ് ഒരുക്കിയിരിക്കുന്ന ഈ സ്റ്റാളിലെത്തി കളികൾ ഒന്നൊന്നായി കളിക്കുന്നുണ്ട്. പ്രായപരിധിയും വലിപ്പവും ചെറുപ്പവുമൊന്നും ഇവിടെ ബാധകമല്ല. 15-ലധികം ഗെയിമുകളിൽ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരു കൈ നോക്കിയിട്ടേ മടങ്ങൂ. നല്ലൊരു ഫീലിംഗ് ആണ്. കേരളത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്ന് ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. വെരി ഹാപ്പി ടു ബി ഹിയർ. കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇഷ്ടകേന്ദ്രമായ ഈ സ്റ്റാൾ തന്നെയാണ് സദാ തിരക്കും. ഞങ്ങൾ നല്ല രസം തോന്നിട്ട് ആക്ച്വലി ഒരു എനർജി ഒക്കെ തോന്നുന്നുണ്ട് കളിയിൽ പങ്കെടുത്തപ്പോൾ. ഞങ്ങൾ ഇവിടുത്തോളം 3 കളിച്ചു. അമ്പമില്ലോ അടിച്ചു, ബാസ്കറ്റ് ബോൾ കളിച്ചു, ഇതും കളിച്ചു. രസമുണ്ട്, നല്ലോണം അറിയാൻ പറ്റിയില്ല. കുറച്ചും കൂടി ഇവിടെ നിന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആർച്ചറി, മിനി ബാസ്കറ്റ്ബോൾ, ഹൂപ്സ്, ഫുട്ബോൾ ഷൂട്ടൌട്ട്, ഹോക്കി, മൈൻഡ് റിലാക്സിംഗ് ഗെയിം എന്നിങ്ങനെയുള്ള കളികളെല്ലാം എല്ലാവർക്കും രസം പകരുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സ്റ്റാളിൽ കയറിയപ്പോൾ തന്നെ വളരെ ഭയങ്കര വൈബ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പഴയ ഓർമ്മയൊക്കെ വന്നു. എൻ്റെ കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞാണ്, പക്ഷേ ഈ പഴയ ഫുട്ബോളിൻ്റെ ഓർമ്മ വന്നപ്പോൾ അടിച്ചു. അത് കൃത്യത പേരെ സമ്മാനം കിട്ടി. ആരോഗ്യ നിർണയത്തിനായി ബോഡി മാസ് ഇൻഡെക്സ്, ശരീരഭാര പരിശോധിക്കൽ, സ്ട്രെസ് റിലീഫ് സ്റ്റേഷൻ, വേസ്റ്റ് ഹിപ്പ് അനുപാതം സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ സ്റ്റോളിൽ കയറിയാൽ ആർക്കും പ്രായം കുറയുമെന്ന് സാരം. എന്തിനും ജയമെന്ന ലക്ഷ്യവുമായി പോകുന്ന നമുക്ക് ഇവിടെ എല്ലാവരും പ്രായഭേദമന്യേ ആൺപെൺ വ്യത്യാസമില്ലാതെ സ്പോർട്സിൽ പങ്കാളിയാവുക, സന്തോഷം കണ്ടെത്തുക എന്ന മഹത്തായ കാഴ്ചയ്ക്കാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. പരിമിതമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അറയ്ക്കുന്ന മലിനജലത്തിൽ പോലും മുങ്ങിയുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്കൂബ ഡൈവേഴ്സ്. ദുഷ്കരമായ ഏതു ദൗത്യവും പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഏറ്റെടുത്ത് ചെയ്യുന്നവർ. സ്കൂബ ഡൈവിംഗ് ഇനി വേറെ ലെവലാവുകയാണ്. വെള്ളത്തിനടിയിലെ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ റോബോട്ടിക് സ്കൂബ ഡൈവിംഗിലേക്ക് ചുവടുവെക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്. ഈ റോബോട്ടിക് സംവിധാനം സേനയ്ക്ക് കൂടുതൽ കരുത്തേകുമെന്നാണ് പ്രതീക്ഷ. കരയിൽ നിന്നുകൊണ്ട് ദുഷ്കരമായ ഏത് ദൗത്യവും റോബോട്ടിക് സ്കൂബ ഡൈവിംഗ് എക്യുപ്മെന്റ് ഉപയോഗിച്ച് പൂർത്തിയാക്കാനാകും. വെള്ളത്തിനടിയിൽ അകപ്പെടുന്നവരെയും സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഉൾപ്പെടെ വെള്ളത്തിനടിയിൽ നിന്ന് അനായാസം കണ്ടെത്താനാകും. ചെളിയും മാലിന്യങ്ങളും മൂടിയ കണ്ണിൽ ഇരുൾ മൂടുന്ന അവസ്ഥയിലും റോബോട്ടിക് എക്യുപ്മെന്റ് ഉപയോഗിച്ച് തിരച്ചിൽ വേഗത്തിൽ നടത്താനാകും. ഇതിനകത്ത് 2 രീതിയിലുള്ള ഇമേജ് കിട്ടും നമുക്ക്. ഒന്ന് സോണർ ഇമേജ് ആണ്, സ്കാൻഡ് ഇമേജ് ആണ്, പിന്നെ ക്യാമറ ഇമേജും കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സംശയമുള്ള ഏരിയയാണ് പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഉപയോഗിച്ചിടത്തോളം നമ്മൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ ട്രൈ ആയിട്ട് നല്ല സക്സസ് ആണ്. കാരണം നമുക്ക് ആ ഒരു ഏകദേശം ഇമേജ് കിട്ടും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള പല ഡൈവുകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കാണുന്നത്. നമ്മൾ 150 മീറ്ററോളം നമുക്കിത് ഡൈവ് ചെയ്യാൻ പറ്റും, താഴത്തേക്ക് കൊണ്ടുവന്നാൻ പറ്റുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് നമുക്ക് ക്ലോസ് ആയിട്ട് പോയിട്ട് എന്ത് ഒബ്ജക്റ്റ്, നമുക്ക് ഡൗട്ടുള്ള സംഭവം പോയിട്ട് കറക്റ്റ് എന്ത് ഒബ്ജക്റ്റാണെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇപ്പോൾ കലക്കവെള്ളമാണെങ്കിൽ അത്ര എഫക്റ്റീവ് ആകില്ലെങ്കിലും നമുക്ക് സ്കാൻഡ് ഇമേജിനകത്ത് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓരോ തവണയും ജീവനും തേടി ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുമ്പോൾ മറ്റൊന്നും അവർ ചിന്തിക്കാറില്ല. മരണം പതിയിരിക്കുന്ന ഓരോ ദൗത്യത്തിലും മറ്റൊരു ജീവൻ തേടി മുങ്ങിത്താഴുന്ന സേനയ്ക്ക് ഈ റോബോട്ട് എക്യുപ്മെന്റ് ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത്.
കുറ്റം ചെയ്ത് ശിക്ഷ ലഭിച്ചയാളോ കുറ്റവാളിയെ കാണാൻ ജയിലിൽ ചെന്നയാളോ മാത്രമാണ് ജയിലും ജയിൽ ജീവിതവും അടുത്തറിയുന്നത്. ആ നിലയിൽ എന്റെ കേരളം പ്രദർശനവേദിയിലെ സ്റ്റാളാണ് ജയിൽ വകുപ്പിന്റേത്. അകത്തേക്ക് സന്തോഷത്തോടെ കയറി പുറത്തേക്ക് ദുഃഖത്തോടെ ഇറങ്ങിവരുന്ന മുഖങ്ങളാണ് കൂടുതലും. ഒരു ജയിലിന്റെ എല്ലാത്തരം പ്രവർത്തനങ്ങളും സൗകര്യങ്ങളും തൂക്കുകയറിന്റെ പ്രവർത്തനങ്ങളും നിയമങ്ങളുമെല്ലാം ജനങ്ങൾക്ക് അടുത്തറിയാൻ കഴിയുന്നുണ്ട്. കുറ്റം ചെയ്തിട്ട് വരുന്നവർക്ക് മാത്രമേ ഇതിനകത്തേക്ക് നമ്മൾ പ്രവേശനം കൊടുക്കുകയുള്ളൂ. തന്നെയല്ല, ഒരു വ്യക്തി ജയിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, ഡിപ്പാർട്ട്മെന്റ് എന്നല്ല ജയിലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാളുടെ ആരെങ്കിലും ഒരാൾ ജയിലിനകത്ത് കിടപ്പുണ്ടാവും. അയാളെ കാണാൻ വേണ്ടിയായിരിക്കും, ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിയായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ അത് അവർ തന്നെയായിരിക്കും. അതാണ് നമ്മുടെ സ്റ്റാലിനെ വ്യത്യസ്തമാക്കുന്നത്. ജയിലിൽ കയറി സെൽഫി എടുത്ത് സന്തോഷത്തോടെ പിരിയുന്നവർ പറയുന്നത് ജയിലിൽ കയറാൻ യോഗമുണ്ട്, അതിതോടെ കഴിഞ്ഞു എന്നാണ്. ദിവസേന 500-ലേറെ പേർ ജയിൽ സന്ദർശിക്കുന്നുണ്ടെന്ന് അസിസ്റ്റന്റ് സെൽ ഓഫീസർ ജെ ദിനകരൻ പറഞ്ഞു. കുറ്റം ചെയ്യാതെ ജയിലിൽ കയറാനും വിലങ്ങ് വാങ്ങാനും കഴിഞ്ഞതിൽ ചിലരൊക്കെ ഹാപ്പിയുമാണ്. അപ്പോൾ ഒരാൾ ജയിലിലേക്ക് തടവുകാരനായിട്ട് വന്നാൽ അയാൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് കൊടുക്കുന്നുള്ളതിൻ്റെ ഒരു മോഡൽ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു പായ, ഒരു പ്ലേറ്റ്, അതുപോലെ ഒരു ജമുക്കാളോ എന്ന് പറയുന്ന കട്ടിയുള്ള വിരിപ്പ്, അതുപോലെ 2 മൊന്ത. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ്, ഒരാളൊരു തടവുകാരനായിട്ട് വന്നാൽ അയാൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈബ്രറി സൗകര്യം. എറണാകുളം ജില്ലയിലെ സംബന്ധിച്ച് 20,000-30,000-ഓളം ബുക്സ് ഉള്ള വലിയൊരു ലൈബ്രറി ശേഖരം നമുക്കുണ്ട്. തടവുകാർക്ക് അത് വായിച്ച് അവർക്ക് ആ ഒരു സമയം എന്ന് പറയുന്നത് അവർക്ക് സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫോൺ ചെയ്യാനുള്ള സൗകര്യം, അതിനെക്കുറിച്ച് പലർക്കും അറിയില്ല എന്താണെന്നുള്ളത്. അത് ഫോൺ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഫോൺ ചെയ്യാവുന്ന ഒരു ഫോണിൻ്റെ മോഡൽ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലാ പോലീസ് ടീമിന്റെ നേതൃത്വത്തിലാണ് പോലീസിന്റെ വിവിധ സേവനങ്ങളെയും സുരക്ഷാ പദ്ധതികളെയും കുറിച്ച് അറിവ് പകരുന്ന സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. മാനസിക സംഘർഷം നേരിടുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും കൈത്താങ്ങാകുന്ന ചിരി പദ്ധതി, കുട്ടികളുടെ സുരക്ഷാ പദ്ധതിയായ കൂട്ട്, ഒറ്റപ്പെടൽ, ജീവിതശൈലീ രോഗങ്ങൾ, മരുന്നിന്റെ ലഭ്യത സംബന്ധിച്ച പരാതികൾക്കും വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന പ്രശാന്തി തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് പോലീസിന്റെ സ്റ്റാളിലൂടെ മനസ്സിലാക്കാം. പാതി വഴിയിൽ പഠനപരാജയം സംഭവിച്ച കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കി കൊടുക്കുന്ന മറ്റൊരു പോലീസ് പദ്ധതിയാണ് ഹോപ്പ്. ലഹരിക്കെതിരായ യോദ്ധാവ് പദ്ധതിയെക്കുറിച്ചും അറിയാൻ കഴിയും. ലഹരി വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനായി രൂപീകരിച്ച ഓപ്പറേഷൻ ഡി ഹണ്ട് പദ്ധതിയുടെ വിവരങ്ങളും ഇവിടെ നിന്നും ലഭിക്കും. പോലീസ് സ്റ്റാളിലെ ക്രമീകരണങ്ങളെക്കുറിച്ച് സോഷ്യൽ പോലീസിംഗ് അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ സൂരജ് കുമാർ MP വിശദീകരിച്ചു. അതിനകത്തൊരു പബ്ലിക് അട്രാക്ഷൻ എന്ന രീതിയിൽ നമ്മൾ ആംസ് ആമിനേഷൻ ഉണ്ട്. അതുപോലെ ഫോറൻസിക് സയൻസ്, പലർക്കും ഇതിനെക്കുറിച്ച് പല കേസന്വേഷണത്തിൻ്റെ ഇടയിലും ഫോറൻസിക്കിനെ കുറിച്ചൊക്കെ പറയും. പക്ഷേ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് പൊതുവെ ആളുകൾ കുറവാണ്. അപ്പോൾ എന്താണ് ഫോറൻസിക് വിഭാഗം എന്നുള്ളതും, അതുപോലെ പോലീസിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം, വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് പോലീസിന് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിലുണ്ട്. അപ്പോൾ അത് പരിചയപ്പെടുത്തുക. അതുകൂടാതെ പിന്നെയുള്ള സോഷ്യൽ പോലീസ്, ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് എല്ലാം സോഷ്യൽ പോലീസിംഗ് ഒരു ഹെഡിൽ വരുന്നതാണ്. ഇപ്പോൾ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ചിരി എന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. അതുപോലെ ഈ മയക്കുമരുന്നിനെതിരായിട്ട് യോദ്ധാവ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റുണ്ട്. 10-ലോ +2-ലൊക്കെ തോറ്റുപോയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഹോപ്പ് എന്നൊരു പ്രൊജക്റ്റുണ്ട്. അതുപോലെ കുട്ടികളിലെ ഈ മൊബൈൽ അഡിക്ഷൻ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അത് അഡ്രസ്സ് ചെയ്യുന്ന ഡിജിറ്റൽ അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഹെൽപ്പ് ലൈൻ നമ്പറുകളെ ഫെമിലറൈസ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അക്രമങ്ങൾ ചെറുക്കുന്നതിന് ഒരു വിമൻസ് സെൽഫ് ഡിഫെൻസിൻ്റെ ഡിസ്പ്ലേ, ലൈവ് ഡെമോൺസ്ട്രേഷൻ ഇവിടെ ഉണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇതിന് ഔട്ട് സൈഡിൽ നമ്മളൊരു ഡോഗ് ഷോയും എല്ലാ ദിവസവും വൈകിട്ട് 1 മണിക്കൂർ പോലീസിൻ്റെ കാനൈൻ സ്ക്വാഡിൻ്റെ ഒരു ഡോഗ് ഷോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റിന്റെ പ്രശ്നം കൊണ്ട് ഇന്നലെ നടത്താൻ പറ്റില്ല. പോലീസ് സേന ഉപയോഗിക്കുന്ന സുരക്ഷാ ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, ഫോറൻസിക് സയൻസ് ലാബ്, ടെലികമ്മ്യൂണിക്കേഷൻ ഡിസ്പ്ലേ, സോഷ്യൽ പോലീസിംഗ് വിങ് തുടങ്ങിയവയുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പോലീസ് സേന ഉപയോഗിക്കുന്ന വിവിധതരം തോക്കുകൾ, വെടിയുണ്ടകൾ, മൾട്ടി ഷെൽ ലോഞ്ചർ എന്നിവയും പ്രദർശനത്തിലുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പോലീസ് സേനയിലെ ഡോഗുകളുടെ ഷോയും ഒരുക്കിയിട്ടുണ്ട്. ജീവൻ കളഞ്ഞും ജീവൻ കാക്കുന്നവർ, അതെ, ഒട്ടും ചിന്തിക്കാതെ തന്നെ നമുക്ക് പറയാനാകും അഗ്നിരക്ഷാസേനയെന്ന്. തീപിടുത്തം, പ്രകൃതി ദുരന്തം തുടങ്ങി ഏത് അടിയന്തര സാഹചര്യത്തിലും സൈറൻ മുഴക്കി പാഞ്ഞെത്തി സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കി റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ. മനുഷ്യൻ എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥകളിൽ പോലും ആളിക്കത്തുന്ന തീയിലും കാഴ്ചയെ മറയ്ക്കുന്ന പുകയിലേക്കും ധൈര്യപൂർവ്വം കടന്നു ചെല്ലുന്ന സേന. അതിസാഹസിക രക്ഷാപ്രവർത്തനങ്ങളിൽ അഗ്നിരക്ഷാസേനയ്ക്ക് കൂട്ടായി എത്തിയിരിക്കുകയാണ് ഫ്രാൻസ് മെയ്ഡ് റോബോട്ടിക് ഫയർ ഫൈറ്റർ.
റോബോട്ടിക് ഫയർ ഫൈറ്റർ ഉപയോഗിച്ച് അപകടകരമായ അതിസാഹസികമായ ഏത് രക്ഷാപ്രവർത്തനവും സേനയ്ക്ക് അനായാസം പൂർത്തീകരിക്കാനാകും. പുക നിറഞ്ഞ അന്തരീക്ഷത്തിലും മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്ത ഏത് സാഹചര്യത്തിലും റിമോട്ട് കൺട്രോളിലൂടെ റോബോട്ടിക് ഫയർ ഫൈറ്റർ ഉപയോഗിച്ച് അനായാസം തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് എന്നതിൻ്റെ പറയുന്ന പേര്. ഇത് ഫ്രാൻസ് മെയ്ഡാണ്. ഈ വർഷമാണ് ഇത് കമ്മീഷൻ ചെയ്തേക്കുന്നത്. നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രിവാൻഡ്രത്തും എറണാകുളത്തുമാണ് ഇത് നിലവിലുള്ളത്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പുക നിറഞ്ഞ അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ മനുഷ്യന് ഇപ്പോൾ കയറി ചെല്ലാൻ പറ്റാത്ത സാഹചര്യമുള്ള ചൂട് കൂടിയ അന്തരീക്ഷത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഗ്യാസ് ടാങ്കർ മറിയുകയോ അതുപോലെ ലീക്കുകൾ വരുമ്പോൾ നമുക്ക് ആ സമയത്ത് ദൂരെ നിന്നുകൊണ്ട് റിമോട്ട് കൺട്രോളിലായിട്ട് ദൂരെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിലും സെക്കൻഡ് ഫ്ലോർ ആണെങ്കിലും ഇതിൻ്റെ ടയർ ആ രീതിയിലാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഏത് നിലയിലാണ് ഇത് കയറിപ്പോവും, അതുപോലെ തിരിച്ചിറങ്ങി വരാൻ സാധിക്കും. ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ജോയ്സ്റ്റിക്കിൽ സ്ക്രീനുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സേനയ്ക്ക് കൂട്ടായി റോബോട്ടിക് ഫയർ ഫൈറ്റർ കൂടി എത്തുന്നതോടെ സർക്കാരിന്റെ വികസന യാത്രയിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ചേർത്ത് വയ്ക്കുകയാണ്. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലെ പുരോഗതിയുടെയും കാർഷിക വ്യാവസായിക വളർച്ചയുടെയും നേർക്കാഴ്ചയാണ് 57,000 ചതുരശ്രീ അടിയിൽ ശീതീകരിച്ച പവലിയനിലും പുറത്തുമായി ഒരുക്കിയിരുന്നത്. സിനിമകൾ ഒരുപാട് പ്രദർശിപ്പിക്കുന്നുണ്ട് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ തിയേറ്ററിൽ. പ്രദർശനം കാണാനെത്തുന്നവർ ഒന്ന് തലയിട്ട് നോക്കിയിട്ട് നടപ്പ് തുടരുന്നതാണ് പതിവ്. ഇതിനിടെ സിനിമയ്ക്കിടയിലെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചപ്പോഴാണ് കസേരകൾ നിറഞ്ഞത്. പി അഭിജിത് കുമാർ സംവിധാനം ചെയ്ത ജലമുദ്ര എന്ന ഡോക്യുമെന്ററി കാണികളുടെ മനം കവർന്നു. കോവളം മുതൽ ബേക്കൽ വരെയുള്ള കനാലുകളുടെ ചരിത്രം പറയുന്ന ഡോക്യുമെന്ററി കാണാൻ തിയേറ്റർ നിറഞ്ഞതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് അഭിജിത് കുമാർ പറഞ്ഞു. കേരളത്തിലെ കോവളം മുതൽ ബേക്കൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു ജലപാതയുണ്ട്, ഒരു കനാലാണ്. അതിന് പശ്ചിമതീര കനാൽ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചരിത്രം അന്വേഷിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. ഈ ഡോക്യുമെൻ്ററി കാണാൻ എത്ര ആൾക്കാർ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു ഈ KSFDCൻ്റെ മിനി തിയേറ്റർ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്ന് നടന്ന സിനിമകളിലും കാലിക്കസേരകളുടെ എണ്ണം കൂടുതലായിരുന്നു. പ്രദർശന വിപണനമേളയിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റാളിൽ നിൽക്കുന്ന പൊക്കം കുറഞ്ഞ പശുക്കൾ അധികം ആളുകളുടെ കണ്ണിൽ ഉടക്കുന്നില്ലായിരുന്നു. ആന്ധ്ര ഗ്രിഡ് പുങ്കന്നൂർ പശുക്കളെ കണ്ടതും അംബിക പിന്നെ അവിടം വിട്ടുപോയില്ല. പശു സംരക്ഷകൻ ആലം അവിടെ ഇല്ലാതിരുന്ന സമയം മുഴുവൻ അംബിക തന്റെ പശുപ്രേമം പുറത്തെടുത്തു. അംബികയുടെ പശുസ്നേഹം കണ്ടറിഞ്ഞ ആലം പശുക്കളെ തുടരുതെന്ന് എഴുതി വച്ചിരുന്നെങ്കിലും നിയമത്തിൽ വിട്ടുവീഴ്ച ചെയ്തു. ഞാൻ ജനിച്ച കാലം തൊട്ട് എൻ്റെ വീട്ടിൽ പശുവുണ്ട്. ഞങ്ങളെ പാലൊക്കെ വിൽപ്പനയുണ്ട്. കല്യാണം കഴിച്ച് വന്ന വീട്ടിലാണെങ്കിലും പശുവുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് പശു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണാത്ത ഒരു പശുവിനെ കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. ആ പശുവിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് മുഴുവനും നിൽക്കാമെന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ കാണാത്തൊരു പശുവാലോ. ഇവിടെ ആലുവായിലുണ്ടെന്ന് പറയുന്നത്, പക്ഷേ നമ്മൾ ഇന്ന് വരെ ഇതുപോലെ ഒരു പശുവിനെ കയറിയിട്ട് കണ്ടിട്ടില്ല. ഏറ്റവും പൊക്കം കുറഞ്ഞ അതിമനോഹരമായ വെള്ള പശു. ഈ കൃഷ്ണൻ്റെ ഒക്കെ പ്രതിമയിൽ ഇങ്ങനെ ഒരു പശുവിൻ്റെ രൂപം കണ്ടിട്ടുള്ള അല്ലാതെ ഇത്ര അടുത്ത് കാണാൻ സാധിച്ച് വളരെയേറെ സന്തോഷം തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കണമെന്ന് തോന്നി. അധികം തൊട്ടാൽ പശുക്കൾക്ക് അണുബാധയുണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴാണ് അംബിക പിന്മാറിയത്. അംബികയ്ക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ പശുക്കൾ വീട്ടിൽ കൂടെയുണ്ട്. പശു മാത്രമല്ല, കോഴി, പ്രാവ്, ലവ് ബേഡ്സ്, മുയൽ എന്നിവയും അംബിക ഗോപിനാഥിന്റെ വളർത്തുമക്കളാണ്. വിമുക്തഭടനായ ഗോപിനാഥും മക്കളും തന്റെ മൃഗസ്നേഹത്തിന് വല്ലാത്ത പിന്തുണയാണ് നൽകുന്നതെന്ന് അംബിക പറഞ്ഞു. അംബിക പശുക്കളെ തൊട്ടതുപോലെ മറ്റു ചിലരും പശുക്കളെ തൊടാൻ വന്നെങ്കിലും ആലം അതിനനുവദിച്ചില്ല. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തെരഞ്ഞെടുത്ത സ്റ്റാർട്ടപ്പുകൾക്കാണ് എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്താൻ അവസരം നൽകിയിരിക്കുന്നത്. ആധുനിക ടെക്നോളജികൾ സാധാരണക്കാർക്കും അനുഭവഭേദ്യമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്.
സാധാരണ പവലിയനിൽ പ്രൊഡക്റ്റ് ഷോക്കേസ് ആണെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് AI, റോബോട്ടിക്സ്, ഡ്രോണ്, ഫാബ് ലാബ് തുടങ്ങിയുള്ള സ്റ്റാർട്ടപ്പുകളും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ പ്രോട്ടോടൈപ്പായ സൂപ്പർ ഫാബ് ലാബിൻ്റെ എക്സ്പീരിയൻസ് സെൻറ്റർ അവിടേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡ്രോൺ സ്റ്റാർട്ടപ്സിൻ്റെ ലൈവ് ഡെമോ ഉണ്ട്, റോബോട്ടിക്സിൻ്റെ ഇൻട്രാക്ഷൻസ് ഉണ്ട്, അതുകൂടാതെ AI സ്റ്റാർട്ടപ്സിൻ്റെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേകൾ. അപ്പോൾ വരുന്ന ആളുകൾ എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പം നടക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിനെ കുറിച്ച് കൂടുതൽ അവെയർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചത്. കാർഷിക ഉപയോഗത്തിനുള്ള ഡ്രോണുകൾ, മൾട്ടിപർപ്പസ് റോബോട്ടുകൾ, കാർഡ്ബോർഡ് സോഫ തുടങ്ങി അതിശയിപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ ഇവിടെയുണ്ടെങ്കിലും പ്രായഭേദമന്യേ എല്ലാവരും ആസ്വദിക്കുന്നത് റോബോട്ടിക് ഡോഗിന്റെ പ്രകടനമാണ്. പ്രദർശന സ്റ്റാൾ ഒന്നാകെ നിറഞ്ഞു നിൽക്കുന്നതും റോബോട്ടിക് ഡോഗാണ്. റോബോട്ടിക് ഡോഗാണ്. ഇതിന് ആക്ച്വലി അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. ഈ റോബോട്ടിനെ കൊണ്ട് തന്നെ നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും, ആളുകളുടെ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഗ്രീറ്റ് ചെയ്യാൻ പറ്റും, പല ഒരു മൾട്ടിപർപ്പസ് ഫെസിലിറ്റീസ് ഉള്ള ഒരു റോബോട്ടിക് ഡോഗാണിത്. ഒരു 20 ലക്ഷം വരും ഈ ഒരു റോബോട്ടിന്. എറണാകുളം ജില്ലയിലെ കാർഷിക പാരിസ്ഥിതിക മേഖലയെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ എത്തിച്ചിരിക്കുകയാണ് കാർഷിക വികസന ക്ഷേമ വകുപ്പ്. പൊക്കാളി കൃഷിയും വാഴക്കുളം പൈനാപ്പിളും ഇടനാട്ടിലെ പച്ചക്കറികളും പഴങ്ങളും ഈ സ്റ്റാളിൻ്റെ പ്രധാന ആകർഷണമാണ്. പൊക്കാളി നെൽപ്പാടവും വാഴക്കുളം പൈനാപ്പിൾ തോട്ടവും മേളയിലെ അത്ഭുത കാഴ്ചയാണ്. വാഴക്കുളം പൈനാപ്പിളിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ ഉയരം കൂടുമ്പോൾ സ്വാദ് കൂടും എന്ന പോലെ അടിവാരത്തുണ്ടാവുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക സ്വാദ്, അതുതന്നെയാണ് വാഴക്കുളം പൈനാപ്പിളിൻ്റെ ഹൈലൈറ്റ് എന്നാണ് കാലടിയിലെ കൃഷി ഓഫീസറായ ഷിറിൻ ചന്താമര നല്ല സ്റ്റൈലായി പറയുന്നത്. മേജർ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് 1 പൊക്കാളി കൃഷിയും 2 വാഴക്കുളം പൈനാപ്പിളും തന്നെയാണ്. അതിന് രണ്ടിനും ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് കിട്ടിയ 2 ഐറ്റംസ് ആണ്. അതിൽ പൊക്കാളി കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ രീതിയിലല്ല, അത് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്, കംപ്ലീറ്റ്ലി നാച്ചുറൽ ഫാമിംഗ് ആണ് 2 ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഗുണങ്ങളും അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇതിന് പൊക്കാളി കൃഷിയിൽ വരുമ്പോൾ അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. സാധാരണ അരികളെ സംബന്ധിച്ച് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്, ഫൈബർ റിച്ച് ആണ്, വൈറ്റമിൻസ് റിച്ച് ആണ്. ഇടനാട്ടിലെ കാർഷിക മേഖലയെ പ്രതിനിധീകരിച്ച് നിർമ്മിച്ച പാവയ്ക്ക മുതലയും സ്റ്റാളിന്റെ മറ്റൊരു കൗതുകമാണ്. വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അതിൽ സ്വർഗത്തിലെ പഴമായ ഗാഗ് മുതൽ വില കൂടിയ ദുരിയാൻ ഫ്രൂട്ട് വരെ ഈ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എറണാകുളത്തിന്റെ കാർഷിക സംസ്കാരത്തെ ഒരു കുടക്കീഴിലെത്തിച്ച് അവ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ് കാർഷിക വികസന ക്ഷേമ വകുപ്പ്. മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഈ സ്റ്റാളിലേക്ക് എത്തുന്നവർ ഒരു സെൽഫിയെങ്കിലും എടുത്താണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്ന സപ്ലൈകോയുടെ കാഴ്ചകളുമായാണ് എറണാകുളം മറൈൻ ഡ്രൈവിൽ സപ്ലൈകോ എക്സ്പ്രസ് മാർട്ട് തുറന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 23 വരെ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് സപ്ലൈകോയുടെ ആധുനിക ഔട്ട്ലെറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. FMCG ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വൻ വിലക്കിഴിവും ആകർഷകമായ ഓഫറുകളും ലഭിക്കും. അടുക്കളയിലേക്ക് ആവശ്യമായ ധാന്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ചിപ്സ് ഐറ്റം തുടങ്ങി എല്ലാത്തരം ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കായി ബാഗുകൾ, പഠനോപകരണങ്ങൾ തുടങ്ങിയവ 50% വരെ വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭിക്കുമെന്ന് സ്റ്റോർ മാനേജർ ആൻഡ് ഔട്ട്ലെറ്റ് ഇൻചാർജ് ഫെനിക്സ് ജോർജ് പറഞ്ഞു. നമ്മളിപ്പോൾ വിപണി ഇടവേളയായിട്ട് ഇപ്പോൾ സപ്ലൈകോ ഇവിടെ എക്സ്പ്രസ് മാർട്ട് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതിന് മെയിനായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് ശബരി, നമ്മുടെ തന്നെ ബ്രാൻഡഡ് പ്രൊഡക്ട്സായ ശബരി. അതിൽ എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. കറി പൗഡേഴ്സ്, തേയില, അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡഡ് ബുക്സ്, ശബരി ബ്രാൻഡഡ് ബുക്സ് ഒരു 10 തൊട്ട് 15% വരെ ഓഫിലാണ് കൊടുക്കുന്നത്. മേള സന്ദർശിക്കാൻ എത്തുന്നവർക്കായി ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്നത്. 1974 സ്ഥാപിതമായ സപ്ലൈകോ 50 വർഷം പിന്നിടുമ്പോൾ ഇതുവരെ പിന്നിട്ട നാഴികക്കല്ലുകൾ വിവരിക്കുന്ന ഒരു ചാർട്ടും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ വളർച്ചയും സേവനങ്ങളും വിശദമാക്കുന്ന വീഡിയോ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ രാത്രി 9 വരെ എക്സ്പ്രസ് മാർട്ട് പ്രവർത്തിക്കും. ജലശുദ്ധീകരണ പ്രക്രിയയിൽ വാട്ടർ അതോറിറ്റി എന്തൊക്കെ തരത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ടോ അതിൻ്റെയെല്ലാം നേർചിത്രമാണ് പ്രദർശനവേദിയിൽ ജനങ്ങൾക്ക് നൽകുന്നത്. കനാലുകളിൽ നിന്നും ശേഖരിക്കുന്ന ജലശുദ്ധീകരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും എങ്ങനെയെന്ന് ജീവനക്കാർ കാണികൾക്ക് പകർന്നു നൽകുകയാണ്.
വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധീകരണ പ്ലാന്റിൽ ഒരിക്കലും സന്ദർശന ലഭ്യത ഇല്ലാത്തതിനാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സ്റ്റാളിൽ എപ്പോഴും തിരക്കാണ്. കുമ്മായപ്പൊടിയോ ബ്ലീച്ചിങ് പൗഡറോ ഇട്ട വാട്ടർ അതോറിറ്റി കുടിവെള്ളം വെറുതെ തട്ടുകയാണെന്ന ചില ആക്ഷേപങ്ങളുണ്ട്. അതിനാലാണ് ഇത്ര വിശദമായ ബോധവൽക്കരണം സ്റ്റാളിൽ നൽകുന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു. സാധാരണഗതിയിൽ പൊതുജനങ്ങൾക്ക് ആലുവ വാട്ടർ അതോറിറ്റി പ്ലാന്റുകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല. കാരണം സുരക്ഷാ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത്തരമൊരു പ്രവേശനം സാധ്യമല്ല. അപ്പോൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് കാണാനും എങ്ങനെയാണ് വാട്ടർ അതോറിറ്റി വെള്ളം ശുദ്ധീകരിക്കുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാള് വെച്ചിട്ടുള്ളത്. സൗജന്യമായ ജലം പരിശോധിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ദിവസേന 100-നടുത്ത ആളുകൾ വെള്ളം പരിശോധിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. പുറത്ത് 850 രൂപയ്ക്ക് ചെയ്യുന്ന ജലപരിശോധനയാണ് സ്റ്റാളിൽ സൗജന്യമായി ചെയ്യുന്നത്. കുടിവെള്ളം ജീവൻ ടോണാണ്. അത് ഈ സ്റ്റാളിലെ തിരക്ക് കണ്ടാലും മനസ്സിലാകും. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ ലഭ്യമായ ഭക്ഷ്യമേളയിലെത്തിയത് നിരവധി പേരാണ്. കുടുംബശ്രീ, സാഫ് ഉൾപ്പെടെ ഒരുക്കിയ വ്യത്യസ്ത ഭക്ഷ്യവിഭവങ്ങൾ ആസ്വാദനത്തിൻ്റെ വ്യത്യസ്ത തലമാണ് സൃഷ്ടിച്ചത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നാടൻ ഭക്ഷണങ്ങൾ രുചിച്ചറിഞ്ഞു. സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ 30-ലധികം സ്റ്റാളുകളാണ് എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലുള്ളത്. വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ച് അവരെ സാമ്പത്തികമായും സാമൂഹ്യമായും സ്വയം പര്യാപ്തരാക്കുക എന്ന മിഷനാണ് കുടുംബശ്രീ മിഷനുള്ളത്. ഭക്ഷ്യവസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, അടുക്കള ഉപകരണങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ തുടങ്ങി ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തിയാണ് കുടുംബശ്രീ മിഷന്റെ സ്റ്റാളുകളുടെ പ്രവർത്തനം. ജൈവ ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റാളുകളിലാണ് സന്ദർശകർ ഏറെയും എത്തുന്നത്. വിവിധതരം അച്ചാറുകൾ, സ്ക്വാഷുകൾ, ഉപ്പേരികൾ, മില്ലറ്റിന്റെ ഭക്ഷ്യവസ്തുക്കൾ, ന്യൂട്രീഷൻ ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവ മിതമായ വിലയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഒരു അടുക്കളയിലേക്ക് വേണ്ട ഉപകരണങ്ങൾ, കറി പൗഡറുകൾ, കറിക്കത്തി, മാറ്റുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, തേനും തേൻ ഉൽപ്പന്നങ്ങളും വരെ കുടുംബശ്രീ സ്റ്റാളുകളിൽ നിന്ന് ലഭിക്കും. വിവിധതരം സോപ്പുകൾ, സോപ്പുപൊടി, ഫ്ലോർ ക്ലീനിംഗ് സാധനങ്ങളും ലഭിക്കുന്ന സ്റ്റാളുകളുണ്ട്. കല്ലിലും മുത്തുകളിലും തീർത്ത ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ, തേനിൽ നിർമ്മിച്ച സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൈലാഞ്ചി ആർട്ട് ഇവയുടെ സ്റ്റാളുകളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുടുംബശ്രീ മിഷന്റെ സ്റ്റാളുകളിലെ പൊതുജന പങ്കാളിത്തം 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേള ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതിൻ്റെ വലിയ തെളിവാണ്. നല്ല സന്തോഷമുണ്ട്. പത്തി പഠിക്കുന്ന ഒരു കുട്ടി ഇത്രയും നന്നായിട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. അതേപോലെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനൊരു അവസരം ചെയ്തു കൊടുത്ത പിണറായി സർക്കാരിന് വലിയൊരു താങ്ക്സ് പറയുകയാണ്. ഈ ഒരു അവസരത്തിൽ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഇത് കണ്ടപ്പോൾ. ഇതിൽ ഭാഗമാക്കാൻ പറ്റിയതിന് വളരെയധികം സന്തോഷമുണ്ട്. നല്ല കാര്യമാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇവൻ ഇതിനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഇനിയും അവൻ ഇനിയും മുമ്പോട്ട് നല്ല രീതിയിൽ ഇത് ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ടൂറിസം വകുപ്പിന്റെ വേദിയിലാണ് കലയുടെ പിറവിക്ക് ഊർജം പകരുന്ന കാഴ്ച. 10ാം ക്ലാസ്സിൽ 75% മാർക്കോടെ വിജയിച്ച വട്ടപ്പാറ സ്വദേശി 15-കാരനായ ആദിൽ റജിയുടെ കളിമൺ കരവിരുതിലാണ് കാണികളുടെ കണ്ണുടക്കുന്നത്. വൈക്കം സ്വദേശിയായ ആദിലിന്റെ വല്യച്ഛന്റെ കൂടെ നിന്ന് കളിമൺ കല അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ആദിൽ അതിവേഗം കുടവും ദിയയും കലവുമൊക്കെ പണിതിടുമ്പോൾ പ്രദർശനം കാണാനെത്തിയവരും കളിമൺ കല തൊട്ടറിഞ്ഞു. 1 മാസം മാത്രം പരിശീലനം ലഭിച്ച തനിക്ക് പ്രദർശനം കാണാനെത്തുന്നവർ നൽകുന്ന പ്രോത്സാഹനവും ഉജ്ജ്വലമായ നല്ല വാക്കുകളുമാണ് ഊർജ്ജമെന്ന് ആദിൽ പറഞ്ഞു. ഇപ്പോൾ വല്യച്ഛൻ്റെ കൂടെ ഇത് പഠിച്ച് വീട്ടിൽ വന്ന് പഠിക്കുകയാണ്. 1 മാസമായുള്ളൂ ഇതിപ്പോൾ ചെയ്യാൻ തുടങ്ങി. കുടം, കലം, ദിയ, ബൗള് അങ്ങനത്തെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ ഓരോ ആൾക്കാർ വരും, കാണും, നല്ല അവരിങ്ങനെ അത്ഭുതപ്പെട്ടൊക്കെ നിൽക്കും. നല്ല രസമാണ് ഇതൊക്കെ ചെയ്യാൻ. പിന്നെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വല്യച്ഛൻ രാജേഷുമൊത്താണ് ടൂറിസം വേദിയിൽ കളിമൺ കലാപ്രകടനത്തിന് ആദിൽ എത്തിയിരിക്കുന്നത്. അച്ഛൻ റജീദാസ് എമ്മും അമ്മ രമ്യ രജിയും മികച്ച പിന്തുണ നൽകുന്നതിനാൽ തന്റെ ആവിഷ്കാര വൈഭവം തളരുന്നില്ലെന്ന് ആദിൽ പറഞ്ഞു നിർത്തി. പ്രകൃതിയെ അറിഞ്ഞുള്ള ചികിത്സാരീതികളും ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ പരിചയപ്പെടുത്തലും വിൽപ്പനയും മത്സരങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നേത്രരോഗം, ജീവിതശൈലി രോഗങ്ങൾ, ബാലചികിത്സ, സിദ്ധചികിത്സ, മർമാണി ചികിത്സ എന്നിവ
പ്രത്യേകം സ്റ്റാളിൽ നടക്കുന്നുണ്ട്. സ്കാനറിലൂടെ ലഭിക്കുന്ന ഗൂഗിൾ ഫോമിൽ പേഴ്സണൽ വിവരങ്ങളും ചോദ്യങ്ങൾക്ക് ഉത്തരവ് നൽകിയാൽ ഡോക്ടർ ചികിത്സ നടത്തി കൃത്യം കാര്യം പറയും. നമ്മൾ എല്ലാ ദിവസവും സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ സ്ത്രീരോഗമാണ്. അങ്ങനെ ഓരോ ദിവസവും സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ നമ്മൾ അതിലൂടെ ജനങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഒരു 5-ലധികം വിഭവങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റെസിപ്പീസ് ഉണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ആയുർവേദ റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്പീസാണ് എല്ലാം. പിന്നെ ഒരു 66 മരുന്നുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആയുർവേദ ഔഷധപ്പെട്ടിയിൽ. പിന്നെ എല്ലാത്തിലും ഒരു QR സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ആ QR സ്കാൻ ചെയ്യുന്നതിലൂടെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും പൂർണ്ണമായ വിവരം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. സ്ത്രീകൾക്കായി പ്രത്യേക ചികിത്സാ കൗണ്ടറുമുണ്ട്. രോഗമുക്ത ശരീരത്തിനായി നമ്മെ മാറ്റുക എന്ന ലക്ഷ്യത്തിനായി ബോധവൽക്കരണവുമുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് വിവിധ ലേഹ്യങ്ങളും സമ്മാനമായി നൽകുന്നുണ്ട്. വൈക്കോലിൽ തീർത്ത പരുന്ത്, അതെ അവനാണ് ഇന്നത്തെ താരം. 100 മുടി വൈക്കോലും 3 കെട്ട് നെൽക്കതിരും കൊണ്ട് തീർത്ത വിസ്മയം. 17 ദിവസത്തെ കഠിനാധ്വാനം കൊണ്ട് നിർമ്മിച്ച ഈ പരുന്ത് മേളയിലെത്തുന്നവർക്ക് കൗതുക കാഴ്ചയാണ്. കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കൗതുക പരുന്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. കമ്പിയിൽ വെൽഡ് ചെയ്ത് അതിനു മുകളിൽ തെർമോക്കോൾ പതിപ്പിച്ച് അതിനു മുകളിലായി വൈക്കോലും നെൽക്കതിരും ഉപയോഗിച്ചാണ് സുന്ദരനായ ഈ പരുന്തിനെ തയ്യാറാക്കിയിരിക്കുന്നത്. വൈറ്റ് സിമെന്റ് കൊണ്ടാണ് ചുണ്ടും കണ്ണും ഒരുക്കിയിരിക്കുന്നത്. അന്യം നിന്ന് പോകുന്ന കാർഷിക സംസ്കാരത്തെയും പുതുതലമുറയ്ക്ക് അപരിചിതമായ വൈക്കോലിനെയും പരിചയപ്പെടുത്തുക എന്നതാണ് പരുന്തച്ചന്റെ പ്രധാന ഡ്യൂട്ടി. കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ സ്റ്റാളിലെത്തുന്നവർ ഈ പരുന്തച്ചന്റെ ചന്തം കണ്ട് മിഴിച്ചു നിൽക്കുകയാണ്. സമാപന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ NSK ഉമേഷിൽ നിന്ന് ACV ബ്യൂറോ ചീഫ് N സന്തോഷ് കുമാറും സീനിയർ വീഡിയോ എഡിറ്റർ K വിജയചന്ദ്രനും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. സമഗ്ര കവറേജിന് ACV ആണ് ഒന്നാം സ്ഥാനം. ACV രണ്ടാം സ്ഥാനം മീഡിയ വൺ ആണ്. മീഡിയ വൺ ദൃശ്യ മാധ്യമ വിഭാഗത്തിൽ മീഡിയ വണ്ണിനാണ് സമഗ്ര കവറേജിനുള്ള 2ാം സ്ഥാനം. അച്ചടി മാധ്യമങ്ങളിലെ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം ദേശാഭിമാനിക്കാണ്. മറ്റ് വ്യക്തിഗത പുരസ്കാരങ്ങളും കളക്ടർ വിതരണം ചെയ്തു. സമാപന സമ്മേളനം സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ PB നൂഹ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ K മനോജ്, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിജാസ് ജുവൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ NB ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. മേള കാണാനും വൈകിട്ട് കലാസന്ധ്യ ആസ്വദിക്കാനുമായി ആയിരക്കണക്കിന് ആളുകളാണ് മറൈൻ ഡ്രൈവിൽ തടിച്ചുകൂടിയത്. ജനഹൃദയങ്ങൾ കീഴടക്കിയാണ് എറണാകുളത്തെ എൻ്റെ കേരളം പ്രദർശനമേളയ്ക്ക് തിരശ്ശീല വീണത്.